വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇലാഹുകും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. ഏത് ജീവിക്കും ഏറ്റവും പ്രധാനം അതിൻ്റെ ജീവനാണല്ലോ. സുന്ദരമായ മുഖവും ആരോഗ്യമുള്ള ശരീരവും ഉണ്ടെങ്കിലും ആ ശരീരത്തിന് ജീവനില്ലെങ്കിൽ അവയൊക്കെ ഉപയോഗശൂന്യമായി തീരും. അതുപോലെ ഇസ്ലാമിൻ്റെ ജീവനാണ് തൗഹീദ്. അതിൻ്റെ അടിവേരും അടിത്തറയുമാണ് തൗഹീദ്. തൗഹീദ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത്. ഏകനാക്കുക എന്നതാണ് ഈ അറബി പദത്തിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ സത്തയിലും അവൻ്റെ നാമഗുണ വിശേഷണങ്ങളിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും അവനെ ഏകനാക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമി ലോകത്തേക്ക് അയക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും ജനങ്ങളോട് ഉപദേശിച്ച ഉപദേശങ്ങളിൽ പരമപ്രധാനമായതാണ് തൗഹീദ്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ യാതൊരു ആരാധനയുമില്ല, അതിനാൽ നിങ്ങൾ എന്നെ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. കൂട്ടുകാരെ, തൗഹീദ് പ്രധാനമായും 3 തരത്തിലാകുന്നു: തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാ വസിഫാത്ത്. ഈ ലോകത്തെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും നിയന്ത്രിക്കുന്നതും അവനെ ആശ്രയിച്ചാണ് മറ്റെല്ലാം നിലകൊള്ളുന്നതും. അഥവാ അള്ളാഹുവിൻ്റെ രക്ഷാകർത്തത്തിലുള്ള ഏകത്വം നിലനിർത്തുന്നതിനെയാണ് തൗഹീദുൽ റുബൂബിയ്യ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഏകത്വം നിലനിർത്തുന്നതിനെയാണ് തൗഹീദുൽ അസ്മാ വസിഫാത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തേതെന്നാൽ അള്ളാഹുവിനോടുള്ള ആരാധനയിൽ മറ്റാരെയും പങ്കുചേർക്കാതെ അവനെ മാത്രം ആരാധിക്കുക എന്നതിലുള്ള ഏകത്വമാണ്. അത് നിലനിർത്തുന്നതിനെ തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയുന്നു. സേവിക്കുക, അടിമ എന്നൊക്കെ അർത്ഥം വരുന്ന അബ്ദ് എന്ന അറബി പദത്തിൽ നിന്നാണ് ഇബാദ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. മറ്റാരെയും ആരാധിക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലുള്ള ഏകത്വം നാം നിലനിർത്തേണ്ടതുണ്ട്. കൂട്ടുകാരെ, തൗഹീദിൻ്റെ ആദ്യ 2 ഇനങ്ങൾ നാം അംഗീകരിക്കുന്നെന്ന് കരുതുക, അഥവാ തൗഹീദ് റുബൂബിയ്യയും തൗഹീദുൽ അസ്മാ വസിഫാത്തും. എന്നാൽ നാം അള്ളാഹുവിനോടുള്ള ആരാധനയിൽ മറ്റാരെയും പങ്കുചേർത്താൽ നമ്മുടെ തൗഹീദിൽ വീഴ്ച വരുത്തി കളഞ്ഞ അർത്ഥം. അപ്പോൾ തൗഹീദിൻ്റെ 3 ഇനങ്ങൾ നാം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ തൗഹീദ് പൂർണ്ണമായിട്ടില്ല എന്നർത്ഥം. ഖുർആനിലെ 10-ാം അധ്യായത്തിൽ 31-ാം വചനത്തിൽ മക്കയിലെ ബഹുദൈവ ആരാധകരെ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു പറയുക, ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ്? അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തുന്നത് ആരാണ്? ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതും പുറപ്പെടുവിക്കുന്നത് ആരാണ്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? അവർ പറയും അള്ളാഹു എന്ന്. അപ്പോൾ പറയുക, എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? ഇതിനർത്ഥം മക്കയിലെ ബഹുദൈവ ആരാധകർ പോലും അള്ളാഹുവിൽ അംഗീകരിച്ചു എന്നാണ്. എന്നാൽ അവർ അള്ളാഹുവിനോടുള്ള ആരാധനയിൽ മറ്റുള്ളവരെ പങ്കുചേർത്തു. കൂട്ടുകാരെ, ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? തൗഹീദിന്റെ ഇനങ്ങളിൽ ഒന്ന് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നാം ശിർക്ക് ചെയ്തവരായി എന്നർത്ഥം. തൗഹീദിന്റെ വിപരീതമാണ് ശിർക്ക്, അഥവാ അള്ളാഹുവിൽ പങ്കുചേർക്കൽ. ഏതൊരു സമൂഹവും ശിർക്കിൽ അകപ്പെടുമ്പോൾ മാത്രമാണ് അവരിലേക്ക് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. ആദ്യ പിതാവ് ആദം നബിയുടെ മക്കൾ പരസ്പരം കലഹിച്ചപ്പോൾ അരുതെന്ന് പറയാനൊന്നും പ്രവാചകന്മാർ വന്നില്ല. മറിച്ച് ആ സമൂഹം ശിർക്കിലകപ്പെട്ടപ്പോൾ അവരിലേക്ക് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമെ നിയോഗിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം ശിർക്കൻ വിശ്വാസങ്ങൾ ചുമന്നു നടക്കുകയാണ്. ഒരു പക്ഷേ അവർക്ക് ശിർക്കിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടായിരിക്കാം അവരിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഇങ്ങനെ നാം ജീവിതത്തെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ടതും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ് അയ്യു ദംബിൻ അഅ്ലം, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും ഗൗരവമേറിയ പാപം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി ഇതാണ്, അൻത ജഅലു ലില്ലാഹി നിദ്ദ വഹുവ ഖലഖക്, നീ അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കെ. വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ ഉമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞു വന്നവരാണ് നാം ഓരോരുത്തരും. ആ സമയത്ത് ഏത് ജാറമാണ്, ഏത് ബീവിയാണ്, ഏത് പുണ്യപുഷ്പങ്ങളാണ്, ഏത് ആൾദൈവങ്ങളാണ് നമുക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത്? ആരാണ് നമുക്ക് അന്നം തന്നത്? ആരാണ് നമ്മുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിച്ചവൻ? ഉമ്മയുടെ ഉദരത്തിൽ ഒലേലസം നമ്മെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ സമയത്ത് നമ്മെ സംരക്ഷിച്ച ഖാലിഖായ, മുദബ്ബിറായ, റഹ്മാനായ, റഹീമായ പടച്ചവനോടായിരിക്കണം നമ്മുടെ കൈകൾ ഉയരേണ്ടത്, നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾ ഇറക്കി വെക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധികളിലും ഏത് ഘട്ടങ്ങളിലും നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹു മാത്രമാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേട്ടാൽ നമ്മുടെ മനസ്സിലെത്തേണ്ട ചില ചിത്രങ്ങളുണ്ട്. അടിമയെ തല്ലിയാലും കൊന്നാലും ചോദിക്കാനില്ലാത്ത ആ കാലഘട്ടത്തിൽ ആ മനുഷ്യന്റെ ആർത്തനാദങ്ങൾ നമ്മുടെ ഹൃദയത്തിലെത്തേണ്ടതുണ്ട്. നെഞ്ചിൽ വലിയ പാറക്കല്ല് കയറ്റി വെച്ച് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കൂടി വലിച്ചിഴക്കുമ്പോൾ അറേബ്യൻ മരുഭൂമിയിൽ ഉയർന്നു കേട്ട കറുകറുത്ത ബിലാലിന്റെ അഹദ് അഹദ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ്, അവനോടല്ലാതെ ഞാൻ ചോദിക്കുകയില്ല എന്ന പ്രഖ്യാപനത്തിന് ഒരു മാധുര്യമുണ്ട്. അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ശക്തി. എന്നാൽ മുസ്ലിങ്ങളിൽ ചിലർ തന്നെ ഈ ഉദാത്തമായി ആദർശത്തിൽ വെള്ളം ചേർത്തിരിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരുമായ പലരുടെ പേരിലും മായാവിക്കഥകൾ പറഞ്ഞുണ്ടാക്കി ശിർക്കൻ വിശ്വാസത്തെ യഥാർത്ഥ വിശ്വാസമെന്ന് ജനങ്ങളോട് തെറ്റിദ്ധരിപ്പിച്ച് സമൂഹത്തെ ശിർക്കിലേക്ക് എത്തിക്കുകയാണ്.
ഈ ഒരു സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ ബാധ്യത വർദ്ധിക്കുകയാണ്. യഥാർത്ഥ തൗഹീദ് എന്താണെന്ന് ജനങ്ങളോട് വെട്ടിത്തുറന്ന് പറഞ്ഞു കൊടുക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. ശിർക്കൻ വിശ്വാസങ്ങളോട് ഓരം പറ്റി നിൽക്കാതെ നിലപാട് സ്വീകരിക്കാതെ ശക്തിയുക്തം എതിർത്ത് തോൽപ്പിക്കുവാൻ നാം തയ്യാറാവണം. അതിനായി നമുക്ക് കൈകോർക്കാം, പ്രാർത്ഥിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.